അയർഷിന്റെ ആ ഒരു ആക്സെന്റ് വലിയ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടുള്ള ഒരു ഇതല്ല. ഫസ്റ്റ് ഇയറിൽ ഞാൻ മാത്രമായിരുന്നു ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇംഗ്ലീഷാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അയർഷ് എന്തായാലും ഇവിടെ മസ്റ്റ് ആയിട്ട് ഇവിടെ ജനിച്ചു വന്ന ആൾക്കാർ പഠിക്കണം. എങ്ങനെയുണ്ട് ഇവിടുത്തെ അയർലൻഡിലെ? ഇഷ്ടമായോ സ്കൂളും കാര്യങ്ങളൊക്കെ? ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അയർലൻഡിലെ സ്കൂളിനെ പറ്റി, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയൊക്കെയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ശ്രേയാണ്, നമ്മളെ ബിനിച്ചേട്ടൻ്റെയും രഞ്ജിഷേട്ടൻ്റെയും മകളാണ്. നമ്മളിവിടെ കാത്തുനിന്ന് വിളിക്കുന്ന കാത്തുവാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കാത്തുവിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന പേരൻസിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കാത്തുവിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. കാത്തു, നമസ്കാരം. എന്നാണ്ട്? അപ്പൊ കാത്തുവിന് വീഡിയോ എടുക്കാൻ ഒരു ചമ്മലാണെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും, കുട്ടികളായാലും പാരന്റ്സ് ആയാലും. അപ്പൊ അവർക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ എങ്ങനെയാണെന്ന് അവർക്ക് ജസ്റ്റ് ഒരു വീഡിയോ നമുക്ക് പറഞ്ഞു കൊടുക്കും, ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്. കാത്തു വന്നിട്ട് എത്ര വർഷമായി ഇവിടെ? 3 വർഷമായി. ഇപ്പൊ ഏത് സ്റ്റാൻഡേർഡിൽ ഇവിടെ പഠിക്കുന്നത്? ഞാനിപ്പോ ഇവിടെ 10th കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലില്ല, TY എന്നുള്ള ഒരു ഇയർ ഉണ്ട്, എക്സ്ട്രാ ഇയർ ആണ്. സോ അവിടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് ലൈക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം. ഇപ്പം ലൈക്ക് അതിന് പൈസ ഒന്നും കിട്ടത്തില്ല, പക്ഷെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ കുറെ കാര്യങ്ങള്, പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള കുറെ കാര്യം, ട്രേഡ് ഫെയർ, അങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ ആണ്. ട്രിപ്സ് ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇയറിലാണ് ഞാൻ നമ്മുടെ നാട്ടില് ഏതാ സ്റ്റാൻഡേർഡ് ആണ്? നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല നമുക്ക് നാട്ടില്. നാട്ടില് ഏത് ക്ലാസ് കഴിഞ്ഞിട്ടാണ് കാത്തു വന്നത്? ഞാനിവിടെ 7th കഴിഞ്ഞ് 8th കയറാറായ സമയമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇവിടെ വന്ന് നേരെ ജോയിൻ ചെയ്ത് ഏത് ക്ലാസ്സിലേക്കായിരുന്നു? ഞാനിവിടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നതല്ലേ, അതായത് നമുക്ക് അത് പറയുമ്പം ഒരു 7th 8th. ഓക്കെ. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതായത് ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ 1ാം ക്ലാസ് തൊട്ട് 10 വരെ SSLC കഴിഞ്ഞു, പിന്നെ നേരെ പ്ലസ് ടു ഹയർ സെക്കൻഡറി സ്റ്റഡീസ് എന്നാണ്, അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ VHSC അങ്ങനെയുള്ള 2 വർഷ കോഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രി കോഴ്സുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സിസ്റ്റം. അതറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ സിസ്റ്റം അതാണ്. അപ്പൊ അയർലൻഡിൽ ഇപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ഞാൻ വന്നത് ഒരു 13 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരു 7th ആ ഒരു സമയത്താണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അപ്പം ഇവിടെ ഫസ്റ്റ് ഇയർ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, 4th ഇയർ, 5th ഇയർ, 6th ഇയർ വരെയാണുള്ളത്. സോ 6th ഇയർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ +2 ആ രീതിയിലാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ നമുക്ക് 10th വലിയൊരു, ഇപ്പം നാട്ടിൽ SSLC ഉള്ള പോലെ തന്നെ നമുക്ക് 10th ഇവിടെ ജൂനിയർ സെർട്ട് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അത് വന്നിട്ട് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇവിടെ 6th ഇയറിൽ വരുമ്പോൾ ഉള്ള പോലത്തെ അത്ര ഇമ്പോർട്ടൻ്റ് ആവത്തില്ല. 6th ഇയറിൽ ലീവിങ് സെർട്ട് ഉണ്ട്. അപ്പം അത് പിന്നെ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എൻ്റെ ജൂനിയർ സെർട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഉള്ള ഇയർ എന്ന് പറയുമ്പം TY ഇയർ ആണ്. അപ്പം ഇപ്പോൾ കുറേ ട്രിപ്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. പിന്നെ നമുക്ക് ട്രേഡ് ഫെയർ ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ച് മണി ഉണ്ടാക്കാം. അത് നമ്മൾ ഓരോ ക്ലാസ് ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് വന്നിട്ട് നമുക്ക് ചാരിറ്റി കാര്യങ്ങൾക്കൊക്കെ പിന്നെ കൊടുക്കണം. പിന്നെ വേറെ ഉള്ളതെന്ന് പറയുമ്പം നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഇപ്പം എനിക്ക് ലാസ്റ്റ് മന്ത് ഒരു വർക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടായിരുന്നു, പക്ഷെ അത് 1 വീക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് പോയി വർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്കൂളിലേക്ക് സ്കൂളിൽ നിന്ന് വിളിച്ചു ചോദിക്കും എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇനി എനിക്ക് നെക്സ്റ്റ് മന്ത് വീണ്ടും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ വേറെ സ്ഥലത്ത് പോയി ചെയ്യണം ആ വർക്ക് എക്സ്പീരിയൻസ്. അപ്പം ഇനി പിന്നെ ട്രേഡ് ഫെയർ, പിന്നെ കുറച്ച് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരിക്കും ഇനി TYയിൽ. പിന്നെ 5th ഇയറിലേക്ക് കയറുമ്പം കുറച്ചും കൂടെ സ്റ്റഡി കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയി വരും. ബിക്കോസ് നമുക്ക് 6th ഇയർ കയറുമ്പം ഇപ്പം 12th പോലെ തന്നെ ഒരുപാട് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കോഴ്സുകളും കാര്യങ്ങളൊക്കെ 5th ഇയർ തന്നെ പറയും. പിന്നെ നമ്മൾ 6th ഇയർ കയറി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം കോളേജ് കാര്യങ്ങളൊക്കെ പോകുമ്പം എന്തൊക്കെ കോഴ്സുകളാണ് എടുക്കേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വിശദമാക്കി അവർ പറഞ്ഞു തരും. 6th ഇയർ ആണ് ഏറ്റവും അവസാനം ഉള്ളത്. പിന്നെ നമ്മളിപ്പം ഇവിടെയുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പം UCC, MTU പോലത്തെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഇൻട്രസ്റ്റ് ആർട്ട് പോലത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ആ ഒരു ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പം UCCയിൽ പോകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ എക്സ്ട്രാ ലാംഗ്വേജ് ഫസ്റ്റ് ഇയർ മുതൽ നമുക്ക് എക്സ്ട്രാ ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പം
ഡിഫറെൻറ്റ് സ്കൂളിൽ ഡിഫറെൻ്റ് ആയിട്ട് രീതിയിലായിരിക്കും. ഞാനിവിടെ ഗേൾസ് സ്കൂളിലാണ് പഠിക്കുന്നത്, ക്രൈസ്റ്റ് കിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അവിടെ ഇപ്പം പുതിയതായിട്ട് സ്പാനിഷ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ഇയർ മുതൽ ഫ്രഞ്ചും ജർമ്മനും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പം MTU പോലെ കോളേജിലാണെങ്കിൽ ഓരോ കോഴ്സുകൾക്കും റിക്വയർമെൻറ്റ്സിൻ്റെ അകത്ത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ട്. എനിക്ക് ഫൈൻ ആർട്ട് പോലത്തെ കോഴ്സുകളൊക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പം അതിൽ ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കുമായിരിക്കും. അപ്പോൾ കാത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിൽ ഇപ്പോൾ നീ 7th കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നാട്ടിലെ ഒരു സിസ്റ്റവും ഇവിടുത്തെ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും? അത് അങ്ങനെ കമ്പയർ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ചില കാര്യങ്ങൾ, അതായത് ഇപ്പം നാട്ടില് 9th കയറി കഴിഞ്ഞ മൊത്തത്തില് നമ്മൾ ഭയങ്കര സ്ട്രെസ് അടിച്ചിട്ടുള്ള പഠിത്തമായിരിക്കും എനിക്ക് തോന്നിയത്. കാരണം ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വെച്ചിട്ട് ഇപ്പൊ എന്റെ കസിൻസ് ഒക്കെ നാട്ടിലുള്ള ആൾക്കാർ പറയുമ്പോൾ എന്ന് വെച്ചാൽ 9th കയറുമ്പോൾ തന്നെ നമ്മൾ SSLCയുടെ ആ ഒരു ഇത് അപ്പൊ തന്നെ നമ്മുടെ തലയിലുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ഇപ്പം SSLC പിന്നെ +2 ആകുന്ന വരെ നമ്മൾ ആ ഒരു ഇതിലായിരിക്കും പോകുന്നത്. അതിനിടയ്ക്ക് നമുക്കൊരു ബ്രേക്ക് ഇല്ല. അതായത് ഒന്ന് റിലാക്സ് ചെയ്യാനോ ലൈക്ക് ഫണ്ണായിട്ട് ഇരിക്കാനോ ആയിട്ടുള്ള ഒരു ഇതില്ല. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ചെയ്യുന്ന ഈ ഇയർ ഉള്ളതുകൊണ്ട് നമുക്കിപ്പം 3rd ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് സമാധാനത്തോടെ ഫണ്ണായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇല്ല നമുക്ക് വേണമെങ്കിൽ 4th ഇയർ സ്കിപ്പ് ചെയ്യാന്നുള്ള ഒരു ഇതുണ്ട്. ഇവിടെ TY എന്ന് പറയുന്നത് 4th ഇയറിനെയാണ് TY എന്ന് പറയുന്നത്. അപ്പം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന നേരെ 5th ഇയറിലേക്ക് പോകാം. പക്ഷെ വേണ്ട, നമുക്ക് അങ്ങനെ നിക്കണം എന്നുണ്ടെങ്കിൽ നിക്കാം. എനിക്ക് അങ്ങനെ പല ഫ്രണ്ട്സും ഉണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അങ്ങനെ നാട്ടിലെ പോലെ ഹോംവർക്ക് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ? ഹോംവർക്ക് പിന്നെ ഹോംവർക്ക് ഒക്കെ എല്ലാവർക്കും എല്ലായിടത്തും പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് അതിന് മാത്രമുള്ള നോട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം ഒരുപാട് എക്സ്ട്രാ നോട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവർ പ്രിന്റ് എടുത്ത് അങ്ങനെ തരുന്ന ഇതുണ്ട്. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. പക്ഷെ അല്ലാതെ നോട്ട്സ് തരുന്നതുണ്ട്. നമുക്ക് എല്ലാം അല്ലാതെ ഗൂഗിൾ ക്ലാസ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നോട്ട്സിന് ഇപ്പം നമ്മളിപ്പം ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനായിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ക്ലാസ്സൊക്കെ അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. എങ്ങനെയുണ്ട് ഇവിടുത്തെ അയർലൻഡിലെ? ഇഷ്ടമായോ സ്കൂളും കാര്യങ്ങളൊക്കെ? അയർലൻഡിലെ സ്കൂൾ എപ്പോഴും എനിക്ക് ഇഷ്ടമായിരുന്നു. മലയാളീസ് ഉണ്ടോ കൂടെ? മലയാളി സ്റ്റുഡൻസ് ഇല്ല, ഇപ്പം എന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര്. ഇപ്പം റീസെന്റ് അവര് ഓസ്ട്രേലിയക്ക് പോയി. അപ്പം ഞാൻ തന്നെയാണ് ഇപ്പൊ ഉള്ളത്. ഇല്ല, സ്കൂളിൽ എന്ന് പറയാൻ തന്നെ ഇപ്പൊ ഫസ്റ്റ് ഇയേഴ്സിൽ ഞാനൊക്കെ വന്നു കഴിഞ്ഞപ്പം വളരെ കുറച്ച് ഇപ്പം ഫസ്റ്റ് ഇയറിൽ ഞാൻ മാത്രമായിരുന്നു ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഭയങ്കര ഹാർഡായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഇവിടെ ഫസ്റ്റ് ഇയറിൽ കുറെ മലയാളീസ് ഉണ്ട്, കുറെ ഇന്ത്യൻസ്, നോർത്ത് ഇന്ത്യൻസ് എല്ലാം ഉണ്ട്. സോ അവർക്ക് കുറെ കൂടെ ഇപ്പൊ എന്റെ കൂടെ ഉള്ളതെന്ന് പറയുമ്പോൾ ഐറിഷും അറബിക്കും അല്ലാതെ അങ്ങനെ കുറെ പേരുണ്ട്. അറബിക്കുണ്ട്, പിന്നെ പോളിഷ് ഉണ്ട്, റൊമേനിയൻസ്, അങ്ങനെ ഇപ്പൊ നമ്മൾ വെക്കേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓണത്തിനും ക്രിസ്മസിനും പിന്നെ ആനുവൽ വെക്കേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് അതിന്റെ വെക്കേഷന്റെ ഒരു? ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാ ഇയറിലും നമുക്കിപ്പം നാട്ടിലുള്ള പോലെ തന്നെ മിഡ് ടൈം ബ്രേക്ക് എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്രിസ്മസ് ബ്രേക്ക് ഉണ്ടായിരിക്കും, ഈസ്റ്റർ ബ്രേക്ക് ഉണ്ടായിരിക്കും. പിന്നെന്താ, എത്ര ദിവസമാണ്? 2 വീക്സ്. കൂടുതൽ അങ്ങനെ പോകാറില്ല. പിന്നെ സമ്മർ വെക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ ബാങ്ക് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളത് അതുണ്ട്. പിന്നെ ഈ TY എന്നുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇയറിലും നമുക്ക് പെട്ടെന്ന് സ്കൂൾ അടയ്ക്കത്തില്ല. അതായത് സമ്മർ വെക്കേഷൻ വരുമ്പോൾ പെട്ടെന്ന് അടയ്ക്കത്തില്ല. അതിനൊരു നമുക്ക് വലിയ എക്സാംസ് ഉണ്ടായിരിക്കുമല്ലോ, ആ സമ്മർ എക്സാംസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഇയറിൽ എനിക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നുള്ളൂ, ക്രിസ്മസ് എക്സാം ആണ്. പിന്നെ അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, TY ആയതുകൊണ്ട് തന്നെ. അപ്പം ആ എക്സാം കഴിഞ്ഞു. അതിനുശേഷമായിരുന്നു ട്രേഡ് ഫെയർ, വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ വന്നത്. ക്രിസ്മസ് വെക്കേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഉള്ള വലിയ സമ്മർ വെക്കേഷൻ വരുന്നത് എനിക്ക് നേരത്തെ സ്റ്റാർട്ട് ചെയ്യും. കാരണം TYസിന് അങ്ങനെയാണ്, മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും സമ്മർ വെക്കേഷൻ ആയിരിക്കും. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ്, പിന്നെ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് സ്കൂൾ തുറക്കത്തുള്ളൂ. പിന്നെ നോർമൽ 5th ഇയറിലെ സാധാരണ ഉള്ള ഇയേഴ്സ് ഒക്കെ പോലെ തന്നെ ആയിരിക്കും, നോർമൽ ക്ലാസ്സസ് ആയിരിക്കും. വേറെ ട്രിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നമ്മളെ ഈ ക്ലാസിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ടൈമിംഗ് ഇപ്പം 8:50 തൊട്ട് ഒരു 3-3:30. രാവിലെ 8:50 തൊട്ട് 8:50 തൊട്ട് 3:30. അതിനിടയ്ക്ക് ബ്രേക്ക് ഇന്റർവെൽ നമുക്ക് ഒരു ഫസ്റ്റ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ അത് അധികം നേരം ഇല്ല, ഒരു 25-30 മിനിറ്റ്സ് അത്രയും ആ ഒരു ഇതിലാണ്. പിന്നെ പിന്നെ ഉള്ള ബ്രേക്ക് സെക്കൻഡ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു 1 hour long. ലഞ്ച് ബ്രേക്ക് എന്നുള്ളത്.
അപ്പൊ നമ്മള് സ്കൂളിൽ ഫുഡ് കിട്ടുമോ? അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം? ഇപ്പം ഞാൻ വീട്ടിൽ നിന്നാണ് എപ്പോഴും കൊണ്ടുപോകാറുള്ളത്. ഫ്രീ ഫുഡ് ഉണ്ടോ? ഫ്രീ ഫുഡ് ഇല്ല. നമുക്കിപ്പം സ്കൂളിൽ പുതിയ ക്യാൻറ്റീൻ വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ നമ്മളത് അവിടെ നിന്ന് പൈസ കൊടുത്തിട്ടാണ്. നമ്മൾ നേരത്തെ ഓൺലൈനിൽ നിന്ന് നമ്മൾ ചെയ്യണം കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടോ? ഞാൻ വീട്ടിൽ നിന്ന് ക്ലാസ്സിൽ ഇരുന്ന് കഴിക്കും? അത് സെപ്പറേറ്റ് ക്യാൻറ്റീൻ ഉണ്ടോ? ഇല്ല, ക്ലാസ്സിൽ നിന്ന് അങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് കഴിക്കും? അത് ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ എല്ലാം ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് ഇല്ല, ആ ഒരു സിസ്റ്റം അല്ല. അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് കഴിക്കുക. പിന്നെ ഞാൻ അങ്ങനെ അധികം കൊണ്ടുപോകാറില്ലാത്ത ആളാണ്. എങ്ങനെയുണ്ട് കൂടെ ഉള്ള സഹപാഠികളൊക്കെ? എനിക്ക് ഇപ്പം കൊറേയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റി. കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ അങ്ങനെ അധികം സോഷ്യലൈസ് ചെയ്യാറില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. കുറെ മല്ലൂസ് ഉണ്ട് എനിക്ക്. അല്ലാതെ ഫ്രണ്ട്സ് വേറെ വേറെ ഇവിടുന്ന് വേറെ വേറെ സ്ഥലത്തുനിന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പല പല ഇവിടെ അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ സെയിം ഏജ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ മല്ലൂസ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ സ്കൂളിൽ നിന്ന് പറയാനായിട്ട് എന്റെ 2 മല്ലു ഫ്രണ്ട്സ് ഇവിടെ നിന്ന് പോയതുകൊണ്ട് ഇപ്പൊ അല്ലാതെ എനിക്ക് അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരായിട്ട് അങ്ങനെ വലിയ ക്ലോസ് അല്ല. അവര് വേറെ വേറെ ഇയർ ആണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്റെ കൂടെ പഠിക്കുന്ന റൊമേനിയൻ, അറബിക്, പോളിഷ് കുറെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഫസ്റ്റ് ഇയറിലൊക്കെ ഹാർഡായിരുന്നു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ? നമ്മൾ മന്ത്ലി ഫീസ്, ഇയർലി ഫീസ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്കൂളിൽ അടയ്ക്കണോ? ഇല്ല, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. എത്രാം ക്ലാസ് വരെയാണ് നമുക്ക് അങ്ങനെ ഉള്ളത്? സെക്കൻഡറി അങ്ങനെയാണ്. സെക്കൻഡറി, പ്രൈമറി, സെക്കൻഡറി. ഇപ്പം കാത്തൂന്റെ സ്കൂളിൽ ഇപ്പൊ ഫ്രീ ആണ്. ഫീസ് കാര്യങ്ങളൊന്നും അടയ്ക്കണം മന്ത്ലി? വേറെ എന്തെങ്കിലും നമുക്ക് എന്തൊക്കെയാ വരുന്നത് ഫീസ്? വേറെ ഫീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ TYയിൽ വരുമ്പം നമുക്ക് കുറെ എക്സ്ട്രാ, അതായത് ഇപ്പം ട്രിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതെ ട്രിപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിനൊക്കെ നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ നമ്മൾ 4th ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മള് എന്താണ് ഇതിനുള്ള എല്ലാത്തിനും പേ ചെയ്യണം. ലൈക്ക് ഒരു 400 euro സംതിങ് ഒക്കെ പേ ചെയ്യണം. പിന്നെ നമുക്ക് അല്ലാതെ അല്ല, ഒരു ട്രിപ്പ് അല്ല, അത് ഇനി ടോട്ടലി വരുന്ന എല്ലാ ട്രിപ്പുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവര് പറയുന്നത്. അപ്പം പിന്നെ വേറൊരു ട്രിപ്പ് ഈ ഇടയ്ക്ക് വേറെ കൊൽക്കത്ത ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് നാട്ടിലേക്ക് അതൊരു ഹോപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് നേരത്തെ അതിനുള്ള ഒരു എന്താണ് അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നു. 3rd ഇയർ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അസംബ്ലിയുടെ കാര്യം. പക്ഷെ ഞാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും കൊൽക്കത്ത ആ ട്രിപ്പിന് 4000 euros ആവുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോ അല്ലാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓൾ എക്സ്പെൻസ് ആണ്. അല്ലാതെ ഫ്ലൈറ്റിനെയും എല്ലാ കാര്യങ്ങളും ഇല്ല. നമ്മളത് 2000 euro ഫണ്ട് റൈസിങ് ചെയ്തുണ്ടാക്കണം. അല്ലാതെ 2000 euro പിന്നെ വേറെ ഇതിലുണ്ടാക്കണം. സോ കുറെ പണിയുള്ളതുകൊണ്ട് തന്നെ വേറെ ട്രിപ്പിന് ഞാൻ പോകുന്നത് ബാഴ്സലോണ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ നമുക്ക് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്ലാസ്സിന്റെ സബ്ജക്ട് കാര്യങ്ങൾ. ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇങ്ങനെ സബ്ജക്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് മസ്റ്റ് ആയിട്ട് ഇംഗ്ലീഷ്, മാത്സ് സംഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പം ജിയോഗ്രഫി, ഹിസ്റ്ററി അതും മസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട്. പിന്നെ നമുക്കല്ലാതെ ഓപ്ഷണൽ സബ്ജക്ട്സ് ഉണ്ട്. അതായത് ഹോം എക്കണോമിക്സ്, മ്യൂസിക്, ആർട്ട്, ബിസിനസ്, അതൊക്കെ ഓപ്ഷണൽ ആണ് ആക്ച്വലി. സോ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യണം. എന്തായാലും ഏതെങ്കിലും അതിനകത്ത് 1, 2, 3 ചൂസ് ചെയ്യണം. അപ്പം ഞാൻ ഫസ്റ്റ് ഇയറിൽ കയറി കഴിഞ്ഞപ്പം നമുക്ക് ലാംഗ്വേജും ഉണ്ട്. ഞാൻ അഡീഷണൽ ലാംഗ്വേജ് വേണം. അപ്പം ഞാൻ ഫ്രഞ്ച് ആയിരുന്നു അപ്പൊ ചൂസ് ചെയ്തിരുന്നത്. പിന്നെ നമുക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹോം എക്കണോമിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ആർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സയൻസ് ഉണ്ട്. സോറി പറഞ്ഞു, സയൻസ് ഉണ്ട്. പിന്നെ ഇംഗ്ലീഷ്, മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്. സയൻസിന്റെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് ഫസ്റ്റ് ഇയർ ടു 3rd ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ബയോളജി, സയൻസ്, കെമിസ്ട്രി എന്നുള്ളത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നുള്ളത് ഒരുമിച്ചായിരിക്കും. നമുക്ക് അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല. വേറെ അങ്ങനെ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമുക്കുള്ളത് ഞാൻ ആർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക് എടുക്കുന്ന ആൾക്കാരുണ്ടോ? ഞാൻ മ്യൂസിക് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയ PE എന്ന് പറയും. അപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് ഫസ്റ്റ് ഇയർ ടു 3rd ഇയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നോർമലി നാട്ടിലുള്ള പോലെ തന്നെ ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളെ ഇപ്പം പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കളിപ്പിക്കുക, അങ്ങനെ കുറെ സ്പോർട്സ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ
4th ഇയറിലേക്ക് കയറുമ്പോൾ നമ്മൾ 4th ഇയറിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈവൻ ഈ 5th ഇയറിലേക്കാണ് കയറുന്നതെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ചൂസ് ചെയ്യണം സബ്ജക്ട്സ്. അപ്പം 3rd ഇയറിലെ വലിയ എക്സാം കഴിഞ്ഞു, അപ്പം നമ്മൾ പുതിയ സബ്ജക്റ്റ് ഒക്കെ ചൂസ് ചെയ്യണം. അപ്പം ഞാനാണെങ്കിൽ എല്ലാം കണ്ടിന്യൂ ചെയ്തായിരുന്നു. എനിക്ക് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 4th ഇയറിൽ അതെങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കിയതിന് ശേഷം എല്ലാം ഓക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ 5th ഇയർ കയറുമ്പോൾ നമുക്ക് മാറ്റാം. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. സ്കൂളിൽ പഠിക്കണം. ഞാൻ ഇവിടെ ക്രൈസ്റ്റ് കിങ് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഞാൻ എസ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ അടുത്ത് തന്നെ നമുക്ക് ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബസ് സ്റ്റോപ്പിൽ കയറിയിട്ട് എത്ര സമയമുണ്ട് ഇവിടുന്ന് ബസ്സിൽ? ഇവിടുന്ന് ഒരു 10 minutes. ട്രാഫിക്കിന്റെ ഒക്കെ അനുസരിച്ച് എല്ലാ ദിവസവും ബസ്സിൽ തന്നെയാണ് പോകുന്നത്. എല്ലാ ദിവസവും ഏറെക്കുറെ ദിവസങ്ങളിലൊക്കെ ബസ്സിൽ കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ വീട്ടിലില്ലാത്തപ്പോ അച്ഛൻ കൊണ്ടാകും. കാത്ത് നാട്ടില് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു, അത് മലയാളം മീഡിയത്തിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്? നാട്ടില് ഞാൻ 5th grade വരെ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. പിന്നെ സ്റ്റേറ്റ് സിലബസിലേക്ക് 6ാം ക്ലാസ് തൊട്ട് 6ാം ക്ലാസ് മാറിയായിരുന്നു. അപ്പം അവിടെ നമുക്ക് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ CBSE പഠിച്ചോണ്ടിരിക്കുമ്പോൾ പറയുമ്പോൾ നമ്മള് സ്കൂളിൽ ഞാൻ പഠിച്ചോണ്ടിരുന്ന സ്കൂളിൽ എപ്പോഴും ഇംഗ്ലീഷ് ആയിരുന്നു പറയാൻ പറ്റത്തുണ്ടായിരുന്നുള്ളൂ. എല്ലാ സമയത്തും ഇംഗ്ലീഷ് ആയിരുന്നു പറയുന്നത്. അപ്പം നമുക്കങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഫസ്റ്റ് ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു, എല്ലാവരോടും സംസാരിച്ച് വരേണ്ട ആ ഒരു ഇതില്. പക്ഷെ അതൊരു 1 മാസം 2 മാസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയായി. ആക്സെന്റ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ലൈക്ക് പെട്ടെന്ന് ചില സമയത്ത് കിട്ടാൻ പാടുപെടും. പക്ഷെ ഇപ്പൊ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. നമ്മള് ഇവിടെയുള്ള സ്റ്റുഡൻസ് ഇംഗ്ലീഷ് തന്നെയാണല്ലോ, ഐറിഷ് സംസാരിക്കുന്നുണ്ടോ കൂടെ? ഞാൻ ഇതുവരെ അങ്ങനെ ഐറിഷ് ആരും പറയുന്ന സ്റ്റുഡൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഐറിഷ് സബ്ജക്ട് ഉണ്ട്. ലൈക് ലാംഗ്വേജ് ആയിട്ട് ഉറപ്പായിട്ടും പഠിക്കണം. ഉറപ്പായിട്ടും ഇവിടെ ഇംഗ്ലീഷാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഐറിഷ് എന്തായാലും ഇവിടെ മസ്റ്റ് ആയിട്ട് ഇവിടെ ജനിച്ചു വന്ന ആൾക്കാർ പഠിക്കണം. നമ്മളല്ലാതെ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്ക് ആ ഒരു ഇതില്ല. എങ്ങനെയുണ്ട് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇവിടുത്തെ ആൾക്കാരുമായിട്ട്? കമ്മ്യൂണിക്കേഷൻ ഒക്കെ നന്നായിട്ട് കുഴപ്പമില്ല. വന്ന സമയത്ത് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു? വന്ന സമയത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സ്മൂത്ത് ആയിട്ട് നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചത് കൊണ്ട് അത് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായി. ഇതിപ്പം ഐറിഷിന്റെ ആ ഒരു ആക്സെന്റ് വലിയ നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടുള്ള ഒരു ഇതല്ല. അപ്പോൾ കാത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാട്ടിൽ നിന്ന് അയർലൻഡിലേക്ക് വരാനിരിക്കുന്ന പാരൻസിനും സ്റ്റുഡൻസിനൊക്കെ ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആകട്ടെ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് തന്നെ ചോദിക്കുക. ഞാൻ അതിൻ്റെ റിപ്ലൈ കാത്തുവിനോട് ചോദിച്ചിട്ട് തരുന്നതായിരിക്കും. ഇവിടുത്തെ സിസ്റ്റം നമുക്ക് വലിയ പിടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാത്തുവിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോൾ കാത്തു അപ്പോൾ എല്ലാം നമ്മൾ പോയിന്റ് എല്ലാം കവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിപ്ലൈ നമുക്ക് കമൻറ്റിലൂടെ തന്നെ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ കാത്തു ചെറിയൊരു കലാകാരിയും കൂടിയാണ്. കാത്തു വരച്ചത് അടിപൊളി ചിത്രങ്ങളാണ് അടുത്ത ചുമരുകളിലുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. കാത്തു ഇതൊക്കെ എന്ത് പെയിന്റ് ആണ് കാത്തു? ഇതൊക്കെ അക്രിലിക് പെയിന്റ് ആണ്. പിന്നെ ഞാൻ ഓയിൽ വെച്ചിട്ടുള്ള അങ്ങനെ ഓയിൽ പെയിന്റ് യൂസ് ചെയ്യാറില്ല. അക്രിലിക് ആണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ക്യാൻവാസിലൊക്കെ കൂടുതലും മ്യൂറൽ ആർട്ട് പോലത്തെ ഇതൊക്കെയാണ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കൃഷ്ണൻ രാധ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതലേ വരയ്ക്കുമായിരുന്നു? കുഞ്ഞാളെ മുതലേ വരയ്ക്കുമായിരുന്നു. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. ചില സമയത്തൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ ഞാന് 3rd ഇയറിലൊന്നും കയറി കഴിഞ്ഞപ്പം അധികം സമയം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞു വന്നു. പക്ഷെ ഞാൻ സ്കൂളിൽ ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ഈയിടെ ആയിട്ട് ഇത്തിരി ഒരു ഇതായിട്ട് ഇരിക്കുകയാണ്. കൊള്ളാം, അടിപൊളി. താങ്ക് യു.